അപ്പോൾ എല്ലാ പുരാണങ്ങളും ജ്ഞാനയജ്ഞ രീതിയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജ്ഞാനം വേണ്ടതുപോലെ പ്രവർത്തിക്കാതെ വരുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നില്ല. അജ്ഞാനം കൊണ്ട്, മായാബാധ കൊണ്ട് എന്താവുന്നു? തിരിച്ചറിയേണ്ടതിനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നാണ്. അതാണല്ലോ ഇപ്പൊ ദേവന്മാർക്കും സംഭവിച്ചത്. ഈ ശിവപുത്രനെ, ആ സുബ്രഹ്മണ്യനെ, കുമാരനെ ഒരു പ്രതിയോഗിയായിട്ടാണ് ഇവർ കാണുന്നതും യുദ്ധം ചെയ്തതും ഒക്കെ. ജഗത്തിന്റെ സംരക്ഷണത്തിനായിട്ടാണ് അവിടുന്ന് ആവിർഭവിച്ചത്. സ്തുവന്തമിതി സംപ്രേക്ഷ്യ നമന്തം പാദയോർമുഹൂൻ ജഗ്രാഹ ഭഗവാൻ അംബികേയോ ബൃഹസ്പതിം അനന്തമൂർത്തയേ തുഭ്യം അനന്തായ നമോ നമ ന വിദുര്യൽ ബലം ദേവ മായയാ യസ്യ സർവക ഗുഹം തമഹമീശാന പ്രഭുത്വാം പ്രണമാമ്യഹം ജഗദ്യവനമുദ്ദിശ്യ ദ്വിധാ ഭൂദേശമാശ്രയേ. പൂജകനായ ഭവാനോട് വൈരം പ്രവർത്തിച്ച് യാതൊരുവനാൽ ശിക്ഷിക്കപ്പെട്ടുവോ ആ ശിക്ഷകനെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ആ സുബ്രഹ്മണ്യന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി സ്തുതിച്ചത്. പുഞ്ചിരി തൂകിക്കൊണ്ട് ആണ് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്, വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗുരുനാഥൻ പറഞ്ഞു, അവിടുത്തേടെ മായ കൊണ്ട്, ശാംഭവി മായ, ശിവമായയ്ക്ക് പറയുന്ന പേരാണ് ശാംഭവി മായ. അതുതന്നെയാണ് വൈഷ്ണവമായ രീതിയിൽ പുരാണങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പറയും വൈഷ്ണവീമായ, വിഷ്ണുമായ എന്ന് പറയും. ആ മായാബാധ കൊണ്ടാണ് അവിടുത്തെ തിരിച്ചറിയാൻ പറ്റാതെ മായാമോഹിതരായിട്ടുള്ള ദേവന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷെ അവർക്കൊക്കെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവരൊക്കെ പരാജിതരായി തീർന്നു. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ക്ഷമിച്ചാലും എന്നാണ്, അവരോട് കൃപയുണ്ടാവണം, പ്രാണൻ നഷ്ടപ്പെട്ടവർക്ക് പ്രാണൻ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുഗ്രഹദൃഷ്ടിയോടുകൂടിയിട്ട് ഞങ്ങളെ കടാക്ഷിച്ചാലും എന്നാണ്. ദൃഷ്ടി രണ്ടു തരത്തിലാണ്, കടാക്ഷം രണ്ടു തരത്തിലാണ്. അനുകൂലവുമാവാം പ്രതികൂലവുമാവാം എന്നാണ്. എന്ത് സങ്കല്പാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ അസുരന്മാരുടെ മുന്നിൽ ആസുരീകതയെ നശിപ്പിക്കാനും ആ ഈശ്വരശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ദേവീ ഭാഗവതത്തിലും ദേവീ മഹാത്മ്യത്തിലൊക്കെ കാണാം, സ്തുതികളിലൊക്കെ നോക്കിയാൽ കാണാം. ശക്തി തന്നെയാണ് അവിടുന്ന്, എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. സത്വഗുണ പ്രധാനയായിട്ടുള്ള ശക്തി അവിടുന്നാണ്. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു അലക്ഷ്മി പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി. ദേവി മഹാത്മ്യത്തിലെ ഒരു സ്തുതിയാണത്. എന്താ ആ വരികളുടെ അർത്ഥം? യാ ശ്രീ സ്വയം സുകൃതിനാം. ദേവന്മാരെ സ്തുതിക്കുമ്പോൾ പറയുകയാണ് ദേവിയോട്, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ എങ്ങനെയാണ് ആ ശക്തി, ആ ദേവി പ്രഭാവം പ്രവർത്തിക്കുക? സുഹൃതികളായിട്ടുള്ളവരുടെ അടുത്ത് ശ്രീ ആയിട്ടാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം, അല്ലെ? ശ്രീ ഭഗവതി എന്നൊക്കെ പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ദേവതയായിട്ട് ലക്ഷ്മിയാണ്. അപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ, സുഹൃതികളിൽ ഐശ്വര്യത്തിന്റെ ദേവതയായി ആ ഒരു ഭാവത്തിൽ പ്രവർത്തിക്കും. ഇനി പറയുകയാണ് പാപാത്മനാം, പാപകർമ്മങ്ങൾ ചെയ്യുന്നവരിൽ, പുണ്യമില്ലാത്ത അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളെ ചെയ്യുക, പരദ്രോഹം ചെയ്യുക, മറ്റുള്ളവനെ വേദനിപ്പിക്കുക, അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകളെ പറയുക. പാപം പലതരത്തിലാണ്. വാക്കുകൊണ്ടുള്ള പാപമുണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, പാപകർമ്മങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ അഹിതമായത് ദുഷ്കൃതം എന്നാണ് പറയുക. രണ്ട് രീതിയിലാണല്ലോ, സുകൃതം ദുഷ്കൃതം. അപ്പൊ നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ക്ലേശമുണ്ടാക്കുന്ന, ദ്രോഹം ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പാപകർമ്മങ്ങളെ നിരന്തരം ചെയ്യുന്നവര്, ധനത്തെ അപഹരിക്കുക, മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റൊരാളോട് മനസ്സുകൊണ്ടെങ്കിലും ശത്രുത വെച്ചുകൊണ്ട് പെരുമാറുക, ഇത്തരത്തിൽ പാപാത്മാക്കളിൽ
യുടെ ഒപ്പം ആ ശക്തി എങ്ങനെ വിരാജിക്കുന്നു? എങ്ങനെയാണ്? അവിടെ അലക്ഷ്മി എന്നാണ്, ലക്ഷ്മിയുടെ നേരെ വിപരീതം. സുകൃതം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്നാണ് അർത്ഥമെങ്കിൽ അതിന്റെ വിപരീതമാണ് ദുഷ്കൃതം. അതേപോലെ ലക്ഷ്മിയുടെ നേരെ വിപരീത പദമാണ് അലക്ഷ്മി. നമ്മളതിനെ ജ്യേഷ്ഠ എന്നൊക്കെ പറയുന്ന കലഹാങ്കുരയാണ്, കലഹമുണ്ടാക്കുന്ന ശക്തി എന്നാണ്. അതാണ് പറയേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾക്ക് കാരണം വേറെ ആരുമല്ല. നമ്മൾ പലപ്പോഴും പലതിനെയും കുറ്റപ്പെടുത്തും. മറ്റു പലരുമാണ് കാരണം, ബന്ധുക്കളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ കാലമാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഈശ്വരനെ തന്നെ പഴി പറയും, ഭഗവാനോട് സങ്കടം പറയും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. എനിക്കിങ്ങനെ വന്നുവല്ലോ, എനിക്കിങ്ങനെ വരുത്തിയല്ലോ. ആര് വരുത്തി? അവരവർ തന്നെ വരുത്തുന്നതാണ്. അല്ലാതെ വേറെ ഒരാളും ആർക്കതിന് സമയം? നമ്മൾ കരുതുന്നത് പോലെ ഇപ്പൊ ഈശ്വരൻ, നമ്മൾ ആരാധിക്കുന്ന ആ ഈശ്വരൻ നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണോ? ഇന്ന് എന്നെ കാണാൻ വന്നില്ല, അല്ലെങ്കിൽ കുറെ ദിവസമായിട്ട് എന്നെ കാണാൻ വരാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഒരിക്കലും. നമുക്ക് വരുന്ന അനുഭവങ്ങളുടെ ഫലം, അതിന് കാരണം പൂർവകർമ്മങ്ങളാണ്. അപ്പൊ ഇവിടെ ഇവർ ചെയ്തതായ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായ കർമ്മങ്ങൾക്കൊക്കെ ഫലം അവർ അനുഭവിച്ചു കഴിഞ്ഞു. അവിടുന്ന് ബൃഹസ്പതി പറയുകയാണ് ആ കാർത്തികേയനോട്, സുബ്രഹ്മണ്യനോട്, ഭഗവാനെ അവിടുന്ന് ഒരു കാരുണ്യത്തോടുകൂടി, കൃപയോടുകൂടി, അനുഗ്രഹ ബുദ്ധിയോട് കൂടിയിട്ട് കടാക്ഷിച്ചാലും എന്നാണ്, അനുഗ്രഹ ദൃഷ്ടി കൊണ്ട് രക്ഷിച്ചാലും എന്നാണ്. എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ബൃഹസ്പതി. അജ്ഞാനാചരിതം സർവം സോഢവ്യം ഭവതാ വിഭോ യഥാപൂർവം ഭവന്ത്യേതേ കൃപയാ സാസവസുര. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തതായ തെറ്റുകളെ ക്ഷമിച്ച്, അജ്ഞാനാത് യതിവാജ്ഞാനാൽ ക്ഷമിച്ച് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചാലും. സർവദാ പാഹി സർവേശ പ്രസന്നോ ഭവ സർവദാ എന്നിങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ സ്തുതിയെ കേട്ടിട്ടാണ് അനുഗ്രഹം കൊടുത്തു. അതിനുശേഷം എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ ആ ഗുരുനാഥൻ, ആ ബൃഹസ്പതി ആവശ്യപ്പെട്ടതായ വരങ്ങളൊക്കെ പ്രദാനം ചെയ്യുകയാണ്. സ്കന്ദനുമായിട്ടുള്ള, സുബ്രഹ്മണ്യനുമായിട്ടുള്ള യുദ്ധത്തിൽ പ്രാണൻ വിട്ടുപോയവരുണ്ട്, അംഗവൈകല്യം വന്നവരുണ്ട്, അവരെയൊക്കെ തന്റെ കടാക്ഷം കൊണ്ട് ജീവിപ്പിച്ചു. എല്ലാവരും ഉണർന്നെഴുന്നേറ്റു. പിന്നീട് എല്ലാവരും ആ ഭഗവാനെ, സ്കന്ദനെ പ്രണമിച്ചു എന്നാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന ദേവന്മാരെ ബാധിച്ചതായ മായ അഥവാ അജ്ഞാനം, അതിനെ നീക്കി ഭക്തിയുള്ളവരാക്കി തീർത്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ അജ്ഞത കൊണ്ടാണ് ശിശുവായിട്ട് അറിഞ്ഞത് എന്നാണ്. ശിവപുത്രൻ. നമുക്ക് അങ്ങനെയാണല്ലോ, കുട്ടികളോട് കൂടി വന്ന കുട്ടികൾക്ക് എന്താ അറിയാ, നീയൊക്കെ ശിശുവാണ്. പലപ്പോഴും ഈ പ്രായമായവർ പറഞ്ഞു കേൾക്കുന്ന വാക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അബദ്ധം പറയുമ്പോൾ, നിങ്ങളൊക്കെ ശിശുക്കളാണ്, നിങ്ങൾക്കൊന്നും അറിവില്ല. അല്ലെങ്കിൽ ചില സമയത്ത് പറയാറുണ്ട്, എന്താണ്, നമ്മളെക്കാൾ അവർക്ക് കൂടുതൽ അറിയാം, ലോകപരിചയം കൂടുതലുള്ളത് കൊണ്ട്. സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണല്ലോ, നിന്നേക്കാളും ഞാൻ 10-30 വർഷം അധികം ഓണമുണ്ടതാണ് അല്ലെ, അങ്ങനെ പറയാറില്ലേ? എന്റെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഇവിടെ അങ്ങനെ പറയാറുണ്ടോന്നറിയില്ല. അത് എപ്പോഴാ ആ വാക്ക് ഉപയോഗിക്കുക? നിന്നേക്കാൾ അധികം ഓണമുണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വർഷത്തിൽ ഒരിക്കലല്ലേ വരുള്ളൂ. ഒരു 10-25 വർഷം അധികം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം അത്രയും പ്രായമുണ്ട് എന്നാണ്, അത്രയും അറിവുണ്ട് എന്നാണ്. പ്രായം കൊണ്ട് അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ കാലാന്തരത്തിൽ, കാലക്രമേണ നമുക്ക് അറിവ് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പക്വത വരികയാണ് വേണ്ടത്. അതാണല്ലോ 60 വയസ്സൊക്കെ പൂർത്തിയാക്കുമ്പോൾ ഒരു ചടങ്ങൊക്കെ പതിവുണ്ട് നമ്മൾ, ഷഷ്ട്യബ്ദ പൂർത്തി. കാമം, ക്രോധം, മോഹം, മതം, മത്സരം, ഇതിനെയൊക്കെ ജയിച്ചു എന്നുള്ളതിനെ നമ്മൾ ഒന്ന് സ്ഥാപിക്കുകയാണ് ഷഷ്ട്യബ്ദ പൂർത്തി.
അത് പറഞ്ഞ് പറഞ്ഞ് ഷഷ്ടിയബ്ദ പൂർത്തി ഇല്ലാണ്ടായി, ഷഷ്ടി പൂർത്തിയായി, അത് പോയി കഷ്ടി പൂർത്തിയായി, പിന്നെ അത് വെറും ആഘോഷമായി.